പേര് സൗപർണിക. ആ സ്കൂൾ ചെറുതാണ് സ്കൂൾ. അത്രേ ചോദിച്ചുള്ളൂ, അത്രേ മറുപടി എല്ലാം കിട്ടി, പറഞ്ഞുള്ളൂ. എല്ലാം കിട്ടി, എല്ലാം അടുത്ത കിട്ടി. ചോദ്യം ജില്ല ഐറ്റം ഏതൊക്കെ? എന്തായിരുന്നു ടീം സെലക്ട് ചെയ്തത്? വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട്. Okay. വൗ, ഗംഭീര അപ്പൊ സെലക്ഷൻ. കൂടുതൽ ചോദിക്കണ്ട. ഒന്നും ചോദിക്കാനില്ല. ഓക്കെ, ഞങ്ങള് കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ഞങ്ങളിത് എ ഗ്രേഡ് ഇപ്പോഴേ തന്നു കഴിഞ്ഞു. കാരണം ആ സെലക്ഷനാ. കായിക മേഖലയിലെ കായിക താരങ്ങൾ അനുഭവപ്പെടുന്ന പീഡനങ്ങളും അവര് അതിനെതിരെ പ്രതികരിക്കുന്ന പ്രതികരണങ്ങളും കൂടിയാണ് ഈ ഒരു മോണാക്റ്റിലൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അസംഭവം, എന്നെ ചവിട്ടി തേച്ച് മതിച്ചു പോയ അവൾ നാളെ വിശ്വകിരീടമണിഞ്ഞ് ലോകത്തിന് മുന്നിൽ നെയ് 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 നെയ്. അരെ कितना आई उसकी बॉडी वेट 48 നാളേക്കത് 49 50 51. അനുവദനീയമായ അതിർത്തിക്കപ്പുറമെത്തണം. ഇന്നവൾ തിന്നുന്നതിൽ കുടിക്കുന്നതിൽ ആ ഭാരച്ചേരിവ് ഉണ്ടാകണം. സംസാ എന്താ എന്താ ഇത്? എന്റെ ശരീരം, എന്റെ ഭാരം. യാദവ് ജി, ഞാനിത് കുറച്ചെടുക്കും, ഞാനിത് കുറച്ചെടുക്കും. എന്റെ ചോര ഊറ്റിക്കളയുക, എന്നെ പട്ടിണിക്കിടുക. ദൈവമേ, എന്റെ ഉടലിൽ നിന്നൊരു പ്രാവിന്റെ തൂക്കം കുറച്ച് താ. യാദവ് ജി, നമ്മള് തോറ്റുപോയി അല്ലേ? അച്ഛാ, അമ്മ, നമ്മള് തോറ്റുപോയി അച്ഛാ. ഇല്ല, ചരിത്രം കീഴ്മേൽ മറിയാൻ കാലമായിരിക്കുന്നു. അഹങ്കൃതിയുടെ സിംഹാസനങ്ങൾ ഞങ്ങളുടെ നിശ്വാസങ്ങളിൽ കടപുഴകും. കീചകന്മാരും കിങ്കരന്മാരും എന്റെ കാലടിയിൽ പിടയും. വലങ്കൈ എറിഞ്ഞ് ഇടങ്കൈ വട്ടം പിടിച്ച് ഊരാ കുടുക്കിട്ട് ഏക് ദോ തീൻ ഗോദ. ഏതായാലും വിനേഷ് ഫോഗട്ടിന്റെ ഒരുപാട് ചർച്ച ചെയ്തതാണ് ജീവിതം, ആ പോരാട്ടം, അതിന്റെ സെലക്ഷൻ തന്നെയാണ് ഏറ്റവും വലുത്. അത് ഏറ്റവും ലളിതമായി ആളുകളിലേക്ക് കൂടുതൽ പകരുന്നു എന്നുള്ള എത്തിക്കുന്നു. ഇത്തവണത്തെ കലോത്സവത്തിൽ പല വിഷയങ്ങളിലും പല പരിപാടികൾ പല ഐറ്റത്തിലും ഈ സമകാലീന വിഷയങ്ങൾ എടുത്തുകൊണ്ട് കുട്ടികൾ വരുന്ന കാണുമ്പോൾ ഒരു നീലേശ്വരത്തുള്ള KP ശശികുമാർ മാഷാണ് നമുക്കിത് ചെയ്തു തന്നത്. ഞാൻ മാഷ് കീഴിൽ 5ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. മോണോ ആക്ട് 5ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ സ്റ്റാർട്ടിങ് 3ാം ക്ലാസ്സിന് എൻ്റെ ഒരു ടീച്ചറായിരുന്നു ഇതിന് തുടക്കം കുറിച്ച് തന്നത്. സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം വന്നു, എ ഗ്രേഡ് കിട്ടി, തകർത്തു. ഓക്കെ, അപ്പൊ ഇനി ഗംഭീരമായി മുന്നോട്ട് പോവുക. ഓക്കെ, ഈ കലാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവോ അതോ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ തീർക്കോ? ഇല്ല, തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും. ഉറപ്പല്ലേ? കാണുമ്പോ ചോദിക്കും. ശരി, ഓക്കെ മോളെ, താങ്ക് യു.